ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ഷാഫി ശ്രദ്ധിക്കാനുണ്ട്, ഷാഫിയെ സ്നേഹിക്കുന്നവരും ശ്രദ്ധിക്കാനുള്ള ഒരു ഫലമുണ്ട്. അത് വേറൊന്നുമല്ല, ഈ ഇലക്ഷനിൽ ചില മാധ്യമപ്രവർത്തകരെങ്കിലും പറഞ്ഞൊരു വാക്ക് ഷാഫി എഫക്റ്റ് അല്ലെങ്കിൽ ഷാഫി ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. കോൺഗ്രസ്സിൽ ഒരുപാട് നേതാക്കളുണ്ട്, അധികാരം കൊണ്ട് അണികളെ സൃഷ്ടിച്ച നേതാക്കളുണ്ട്. പത്രസമ്മേളനത്തിൽ ഈ മറുപടികൾ പറഞ്ഞ് കിടിലോൽക്കിടിലൻ നേതാക്കളായവരുണ്ട്. മതസാമൂഹിക സംഘടനയുടെ പിൻബലത്തോടെ NSSൻ്റെ പറ്റിലും SNDPയുടെ പറ്റിലും ഒക്കെ നേതാക്കളായവരുണ്ട്. ഇവർക്കൊക്കെയും പലപ്പോഴും നേതൃസ്ഥാനത്ത് ഉയർച്ചയുണ്ടെങ്കിലും അണികളിലേക്കെത്തുമ്പോൾ ഇവരുടെ എണ്ണം വളരെ ശുഷ്കമായിരിക്കും. ഇവർക്ക് മധ്യവർത്തികളുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് മധ്യവർത്തികൾ അല്ലെങ്കിൽ ഇടനിലക്കാരെന്ന് പറഞ്ഞാൽ, ഇവരുടെ ഒരു സാധ്യത പരിശോധിച്ച് അധികാരത്തിലെത്തുമ്പോൾ അവിടുത്തെ തമ്പുരാക്കന്മാരായി മാറാൻ, പിണറായി വിജയൻ സഖാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവതാരങ്ങളാകാൻ. എന്നാൽ അങ്ങനെയല്ലാതെ അണികളുടെ ആൾക്കൂട്ടം സൃഷ്ടിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി മാറി ഷാഫി പറമ്പിൽ. ആ മാറ്റം പാലക്കാട്ടെ അവസാനത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഇ ശ്രീധരൻ എന്ന വലിയ ടെക്നോക്രാറ്റ് പാലക്കാട് മത്സരിക്കാനിറങ്ങിയപ്പോൾ എന്നും പാലക്കാട്ടെ ഉയർന്ന ജാതി എന്ന് വിശ്വസിക്കുന്നവരിൽപ്പെട്ടവരും മറ്റ് ഇതര സമുദായങ്ങൾ, പിന്നോക്ക സമുദായങ്ങളെന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളുടെയും എല്ലാം ഒരു പിന്തുണ ഷാഫിക്കുണ്ടായിരുന്നു എങ്കിൽ ഇ ശ്രീധരനെ പോലെ ഒരാൾ വരുമ്പോഴേക്കും അതിൻ്റെ സമവാക്യം മാറിമറിയുമെന്നും കേന്ദ്രത്തിൽ BJP സർക്കാർ പ്രോജ്വലിക്കുന്ന നിലയിൽ നിൽക്കുന്നതുകൊണ്ടും മോഡിയുടെ താരാരാധന വെച്ചുമൊക്കെ വ്യത്യസ്തമായ ഫലമുണ്ടാകുമെന്നും പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷിച്ചവരാകെയും പിണറായി വിജയൻ്റെ രണ്ടാം വരവിൻ്റെ നിമിഷത്തിലും ശ്വാസമടക്കി പിടിച്ചിരുന്നത് ഷാഫി പരാജയപ്പെടുമോ എന്നറിയാനാണ്. പരമ്പരാഗതമായി ലീഡ് നൽകിയിരുന്ന പല വാർഡുകളും മേഖലകളും ഷാഫിയെ കൈയൊഴിഞ്ഞപ്പോൾ പരാജയം ഉറപ്പിച്ചു. ഷാഫിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു MLA, അദ്ദേഹത്തെ ഞാൻ അതിനിടയിൽ വിളിക്കുമ്പോൾ അദ്ദേഹം വളരെ നിരാശനായി പറഞ്ഞത് ഷാഫിയും പോയി എന്നാണ്. എന്നാൽ അവിടെ നിന്ന് ഷാഫി പറമ്പിൽ തിരിച്ചു വന്നൊരു വരവുണ്ട്. ആ വരവ് കേരള രാഷ്ട്രീയത്തിലെ വോട്ടെണ്ണലുകളിൽ ത്രസിപ്പിക്കുന്നൊരു വരവാണ്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അപ്പോൾ ഇ ശ്രീധരനെ തോൽപ്പിച്ചതിൻ്റെ ആവേശം മുഴുവൻ ഷാഫിക്ക് കൊടുത്തു എല്ലാവരും. ഇടതുപക്ഷക്കാരും അതിലൊരു പിശുക്കും കാട്ടിയില്ല. കാരണം അവർക്ക് തുടർഭരണം കിട്ടി, ഇനി ഷാഫി ജയിച്ചോട്ടെ എന്നതായിരുന്നു സംഗതി. എന്നാൽ അതിനുശേഷം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്ന് ഷാഫി വടകരയിലേക്ക് വന്നതോടുകൂടി ചിത്രം മാറി. വടകരയിൽ ഷാഫി വരുന്നത് ഒരു ഇടതുപക്ഷ കോട്ട പിടിച്ചെടുക്കാൻ വന്നതിൻ്റെ എന്തെങ്കിലും ഒരു സംഹാരഭാവത്തിലുള്ള പ്രതികരണമായിരുന്നു എന്ന് വിചാരിക്കാൻ വയ്യ. കാരണം അതിനു മുൻപേ കെ മുരളീധരൻ ജയിച്ച വടകരയാണ്. തുടർച്ചയായി 2 തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ച വടകരയാണ്. അതായത് TP വധക്കേസിന് ശേഷം സമവാക്യങ്ങൾ ഏറെ മാറിമറിഞ്ഞ, കേന്ദ്രത്തിലൊരു ന്യൂനപക്ഷ സംരക്ഷണത്തിനുള്ള കോൺഗ്രസ് സർക്കാർ വരണമെന്ന് ആഗ്രഹിച്ച വോട്ടർമാരുടെ കൺസോൾട്ടേഷൻ പ്രത്യക്ഷമായ സ്ഥലത്തേക്ക് ഷാഫി വരുന്നത് വിജയിക്കുന്നതൊരു പുതുമയുള്ള കാര്യമായിരുന്നില്ല. എന്നാൽ സ്റ്റാർ ക്യാമ്പയിനറായ, സ്റ്റാർ വാല്യൂ കൂടുതലുള്ള ശൈലജ ടീച്ചറിൻ്റെ അടുത്തേക്ക് ഷാഫി വരുന്നതുമായിരുന്നില്ല അതിൻ്റെ ഗൗരവം. മറിച്ച് ഷാഫിയുടെ ഒരു വരവ് അടിവേരിളക്കിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികതയെയും രാഷ്ട്രീയ പ്രവർത്തനത്തെയും സൂക്ഷിച്ചു നോക്കുന്നവർ മനസ്സിലായിരുന്നു. ഇതുവരെ ഇളകാത്തവർക്കൊരിളക്കം, ഒരു മാറ്റം, മലബാറിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വേറിട്ടൊരു മാറ്റം. മലബാറിൻ്റെ കോൺഗ്രസ് സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ആര്യാടൻ മുഹമ്മദായിരുന്നു. പക്ഷേ ആര്യാടൻ മുഹമ്മദ് വേറൊരു തരം നിഷേധത്തിൻ്റെയും അനുഭവസമ്പത്തിൻ്റെയും കരുത്തിൻ്റെയും നേതാവായിരുന്നെങ്കിൽ ഷാഫി അങ്ങനെ ആയിരുന്നില്ല. യൗവനമുണ്ടായിരുന്നു ഷാഫിക്ക്. വളരെ മനോഹരമായ സമീപനവും പെരുമാറ്റവും ഉണ്ടായിരുന്നു ഷാഫിക്ക്. മതവിശ്വാസവും അത്തരം ചുറ്റുപാടുകളെയും തിരസ്കരിക്കുന്ന നിഷേധിയായിരുന്നില്ല ഷാഫി. അതുകൊണ്ട് തന്നെ വടകരയിലേക്ക് വന്ന എൻട്രി, അവിടെ കൂടിയ ജനലക്ഷങ്ങൾ, ചിലപ്പോഴെങ്കിലുമൊക്കെ ഇലക്ഷൻ്റെ ഫലം പ്രഖ്യാപിച്ച ആളുകൾ 1% വോട്ടിന് ശൈലജ മുന്നിലെന്നൊക്കെ പറയുമ്പോഴും വടകര അതിൻ്റെ മനസ്സ് അങ്ങനെ ഗൂഢമായി ഒളിപ്പിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കാഫർ സ്ക്രീൻഷോട്ട് അടക്കം പ്രവഹിച്ചത്. പാലക്കാട് ഇത് പ്രവഹിച്ചിരുന്നില്ല, എന്നാൽ വടകരയിൽ ഇത് പ്രവഹിച്ചു. ഒടുവിൽ ഫലം വന്നപ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന ഭൂരിപക്ഷത്തിൽ ഷാഫി ജയിച്ചു. ആ ഭൂരിപക്ഷമൊന്നും ഒരു കിടിലോൽക്കിടിലൻ ഭൂരിപക്ഷമാണ് കേരളത്തിലേതെന്നും പറയാനാവില്ല. പക്ഷേ
അന്നേ ഷാഫി ടാർഗറ്റ് ചെയ്യപ്പെട്ടത് ഷാഫിയിലെ ഔഷധമൂല്യം തിരിച്ചറിഞ്ഞു തന്നെയായിരുന്നു. പിന്നീട് ഷാഫിക്ക് മുന്നിൽ എവിടെയും പ്രതിരോധങ്ങളായിരുന്നു. ഷാഫിക്ക വളരെ പെട്ടെന്ന് സുഡാപ്പീക്ക ആയി മാറുന്ന ഒരവസ്ഥയിലേക്കെത്തി. ഷാഫിക്ക് മേൽ ജമാഅത്ത് ഇസ്ലാമി ബന്ധങ്ങൾ ആരോപിക്കപ്പെട്ടു. ഷാഫി യഥാർത്ഥത്തിൽ വടകരെ ആഗ്രഹിച്ചു വന്ന ആളോ പാർലമെൻറ്റിലേക്ക് പോകാൻ വന്ന ആളോ അല്ല. ഒരുപക്ഷെ ഭരണ തുടർച്ച ഇനിയൊരു ഗവൺമെൻറ് ഉണ്ടായാൽ ഷാഫി കേരളത്തിലെ ഒരു മന്ത്രിയാകുമായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക രസതന്ത്ര സമവാക്യ മാറ്റങ്ങളിൽ ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം അനിവാര്യമായതുകൊണ്ടാണ് ഒരു മുസ്ലിം പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ ഷാഫി അവിടെ എത്തിയത്. അതിന് പകരമായി വന്ന ആലപ്പുഴയിൽ വന്ന കെ സി വേണുഗോപാൽ പകരമല്ലെന്ന് പറയുന്നുവെങ്കിലും കെ സി വേണുഗോപാലിന് കൂടി വരണമെങ്കിൽ ഇവിടുത്തെ സമവാക്യം ഒന്നുകൂടി റെഡിയാകണമായിരുന്നു. ആ വന്ന വരവും ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടിൽ ന്യായീകരിക്കപ്പെട്ടു. കെ സി വന്നില്ലായിരുന്നെങ്കിൽ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 2 പാർലമെൻറ്റ് അംഗങ്ങളാകുമായിരുന്നു അവിടേക്ക് പോകുന്നത്. അത് ആരിഫിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറയാനാവില്ല. ആരിഫിനെ വാരി വെച്ചിരിക്കുകയായിരുന്നു. ആരാ വാരിയതെന്ന് ചോദിച്ചാൽ പിൽക്കാലത്ത് മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിച്ചിരുന്ന സാക്ഷാൽ നടേശൻ്റെ സാറിൻ്റെ മൗനാനുവാദത്തോടെയാണ് ആ വാരൽ പ്രകടമായും പരസ്യമായും ഒക്കെ നടന്നത്. ഇപ്പോൾ ഷാഫി പാർലമെൻറ്റ് അംഗമാണ്. പാർലമെൻറ്റിലും നന്നായി ശോഭിക്കുന്നുണ്ട് ഷാഫി. ഇംഗ്ലീഷിൽ സാമാന്യേന നന്നായി വർത്തമാനം പറയുന്നു. ആളുകളെ ഓർത്തിരിക്കുന്ന കഴിവ് സാധാരണ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവുന്ന അത്തരമൊരു സംഗതിയുണ്ട്. നല്ല ഫീലോടെയും വൈബോടെയും സംസാരിക്കാൻ കഴിയുന്നു. അഹങ്കാരിയുടെ ശരീരഭാഷയില്ല, നിഷേധാത്മക വാക്കുകളുമില്ല. മലബാർ ആഗ്രഹിച്ചിരുന്ന ഒരു കോൺഗ്രസിൻ്റെ താരോദയമായി ഷാഫിയെ വിലയിരുത്തപ്പെട്ടു. പിന്നീട് ഷാഫിക്ക് മേലുള്ള ആക്രമണം പേരാമ്പ്രയിൽ ശാരീരികമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ആരോപണങ്ങളായും ഉയർന്നു പൊന്തി. ആ ആരോപണങ്ങളൊക്കെയും ഈ റിസൾട്ട് കാണുമ്പോൾ ഷാഫിയോടുള്ള കരുതലും ഷാഫിയാണ് ലക്ഷ്യമെന്ന ഒരു മുദ്രാവാക്യവും തന്നെ രൂപപ്പെട്ടു. ഒരുപക്ഷെ ഷാഫിയാണ് ലക്ഷ്യമെന്ന മുദ്രാവാക്യമാണ് ഒരല്പമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തണലായി മാറിയത്. ഈ തിരഞ്ഞെടുപ്പിൽ ഷാഫി ഫാക്ടർ മലബാറിൽ നിർണായകമായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം വലിയ 10,000ങ്ങളുടെ ആൾക്കൂട്ടങ്ങളെ കൂട്ടാൻ ഷാഫിയുടെ വരവ് ഒരു കാരണമാകുന്നു എന്ന് വ്യാപകമായി വിലയിരുത്തപ്പെട്ടു. അങ്ങ് കണ്ണൂരിലും അതുപോലെ തന്നെ കോഴിക്കോടും പിന്നീട് ഇങ്ങോട്ട് തൃശ്ശൂരിലും എറണാകുളത്തും ഇതിനിടയിലൂടെ ഓടി തൻ്റെ ടീമിലുണ്ടായിരുന്ന കൊല്ലത്തെ അരുൺരാജ് എന്ന തേവലക്കരയിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ഓടിയെത്തിയ ഷാഫി രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ നിറഞ്ഞു നിന്നു. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. പല കെട്ടുപിണഞ്ഞ ചോദ്യങ്ങൾക്കും സൗമ്യമായി മറുപടി പറഞ്ഞു. അങ്ങനെ ഇത്തവണത്തെ ഇലക്ഷൻ ഷാഫിയുടെ ഒരു ഇമ്പാക്റ്റ് കൂടി ഉണ്ടെന്നും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനറായി ഷാഫി മാറുമെന്നുമാണ് മാധ്യമങ്ങളുടെ എഴുത്ത്. ഈ എഴുത്ത് ഒരഭിമാനം പകരുന്ന, അഹങ്കാരം തോന്നിക്കുന്ന, അലങ്കാരമാകുന്ന ഫലമാണ് എന്ന് വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ഷാഫി കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്. ഷാഫി കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്. എന്ന് വെച്ചാൽ ഒരു കൂട്ടം കാശിത്തുമ്പയ്ക്ക് നടുവിൽ നിന്ന് ഒരു തുളസിക്ക് വളരാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഒരു കൂട്ടം നമ്മൾ അപ്രസക്തമായി ശ്രദ്ധിക്കപ്പെടാത്ത ചെടിയുടെ കൂട്ടത്തിൽ 3, 4, 5 നല്ല ചെടികൾ വളർന്നു വരും. എന്നാൽ അതിനിടയിൽ ഒരെണ്ണത്തിനെ കേന്ദ്രീകരിച്ച് ഇതെന്തോ മേൽത്തരമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ അതിൻ്റെ മൂട്ടിൽ ചൂടുവെള്ളം ഒഴിക്കാനുള്ള സാധ്യത കൂടുകയാണ്. ശ്രദ്ധിക്കാനുള്ള സാധ്യതയാണ് കൂടുന്നതെന്ന് എല്ലാവർക്കും തോന്നിയേക്കും. പക്ഷേ യഥാർത്ഥത്തിൽ കൂടുന്നത് ചൂടുവെള്ളം ഒഴിക്കാനുള്ള സാധ്യതയാണ്. അങ്ങനെ ഒഴിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഷാഫിക്കുണ്ട് എന്നുള്ള ശ്രദ്ധ ഷാഫിയുടെ ഓരോ ചുവടിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് രാഷ്ട്രീയ എതിരാളികൾ ഷാഫിയുടെ വീഴ്ച. അത്രമേൽ ഭയപ്പെടുന്നുണ്ട് രാഷ്ട്രീയ എതിരാളികൾ ഷാഫിയുടെ സ്വീകാര്യത. ഇത് അദ്ദേഹത്തിന് മറ്റാരെക്കാളും നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ബോധ്യം.